സമ്പൂർണ്ണ ലൈഫ് ഭവന പദ്ധതിയുടെ പൂർത്തീകരണത്തിന് മുൻഗണന നൽകി കൊപ്പം പഞ്ചായത്ത് ബജറ്റ്. ലൈഫ് ഭവന പദ്ധതിക്കായി ബജറ്റിൽ 15 കോടി നീക്കിവെച്ചു. 33,11,11,671 രൂപ വരവും 32,89,64,128 രൂപ ചിലവും 25,47,543 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കൊപ്പം പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് കെ ബീന അവതരിപ്പിച്ചത്. ഭവന പുനരുദ്ധാരണത്തിന് നിരവധി അപേക്ഷകളുണ്ടെങ്കിലും എല്ലാവർക്കും നൽകാൻ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം കഴിയാത്ത സ്ഥിതിയുണ്ടായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പരമാവധി ആളുകൾക്ക് ഈ ആനുകൂല്യം നൽകാൻ സാധിച്ചു. ഇതിനായി തനത് ഫണ്ട് കൂടി വകയിരുത്തിയിരുന്നു. ഈ വർഷം നിലവിലെ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യം എത്തിക്കും. പട്ടികജാതി വിഭാഗക്കാർക്കുള്ള എല്ലാ അപേക്ഷകർക്കും ഈ ആനുകൂല്യം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. വിദ്യാഭ്യാസം. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഇതിനോടകം നടന്നു കഴിഞ്ഞു. സമ്പൂർണ്ണ ലൈഫ് ഭവന പദ്ധതിയുടെ പൂർത്തീകരണത്തിന് മുൻഗണന നൽകുന്ന ബജറ്റിൽ ലൈഫ് ഭവന പദ്ധതിക്കായി 15 കോടി നീക്കിവെച്ചു. പ്രാദേശിക ഗ്രാമീണ റോഡുകൾക്കായി 5 കോടിയും MCF കെട്ടിട നിർമ്മാണത്തിനായി 1 കോടിയും വകയിരുത്തി. കാർഷിക മേഖലയിൽ നെൽകൃഷിക്കായി 61 ലക്ഷം, മാലിന്യമുക്ത നവകേരളം പദ്ധതി, അതിദരിദ്രരില്ലാത്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം പൂർത്തിയാക്കൽ, തെരുവുവിളക്ക്, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, പട്ടികജാതി വികസനം, യുവാക്കൾ, വയോധികർ, ഭിന്നശേഷിക്കാർ, വനിതകൾ എന്നിവരുടെ ക്ഷേമം എന്നിവയ്ക്കും കൂടിയും പ്രാധാന്യം നൽകുന്നതാണ് പുതിയ ബജറ്റ്. ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിട്ടേകാൻ വർണ്ണവിസ്മയമൊരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ 100 റംദാൻ സെയിൽ. ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്.